നടി ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ പ്രതികരണവുമായി അതിജീവിത. നീതി നിഷേധിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ എണ്ണിപ്പറഞ്ഞ സമൂഹമാധ്യമ പോസ്റ്റ്. വിചാരണ കോടതിയിൽ നേരത്തെ തന്നെ വിശ്വാസം നഷ്ടമായി. അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ലെന്നും അതിജീവിത. ഗൂഢാലോചനയുണ്ടെന്ന് ആവർത്തിച്ച് മഞ്ജു വാര്യർ. ആസൂത്രണം നടത്തിയവർ ഇപ്പോഴും പുറത്തെന്നും മഞ്ജു. കനത്ത പരാജയം പരിശോധിക്കാൻ ഇടതുമുന്നണി. LDF യോഗം മറ്റന്നാൾ. UDF-ൽ മുന്നണി വിപുലീകരണ നീക്കം സജീവം. സാധ്യതകൾ തുറന്നിടുകയാണെന്ന് സണ്ണി ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ BJP. നഗരസഭകളിൽ മേയറെ തിരഞ്ഞെടുക്കാൻ ചർച്ചകൾ സജീവം. കൊല്ലത്ത് AK ഹഫീസ് മേയറാകും. കൊച്ചിയിൽ 3 പേരുകൾ പരിഗണനയിൽ. തൃശൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ പദവികൾ ടേം അടിസ്ഥാനത്തിൽ നൽകിയേക്കും. കോർപ്പറേഷൻ പിടിച്ച ചരിത്ര വിജയത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെ അഭിനന്ദനം അറിയിച്ചു പ്രധാനമന്ത്രി. ഉടൻ തിരുവനന്തപുരത്തെത്തും. മേയറെ ദേശീയ നേതൃത്വം തീരുമാനിക്കും. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനായി നിങ്ങൾ വിജയിപ്പിച്ച 50 കൗൺസിലർമാർ ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധത്തിൽ നിർണായക മൊഴി നൽകി രമേശ് ചെന്നിത്തല. നടന്നത് 500 കോടിയുടെ ഇടപാടെന്ന മൊഴി. പ്രത്യേക സംഘത്തിന് വിവരങ്ങൾ കൈമാറി. സന്നിധാനത്ത് ഭക്തജന തിരക്കേറുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. ജ്ഞാനേഷ് കുമാറിന് പരിഹാസം. इलेक्शन कमीशन बीजेपी के सरकार के साथ मिलकर काम कर रहा है. नरेंद्र मोदी जी ने इलेक्शन कमिश्नर के लिए कानून बदला, नया कानून लाए, कहा कि इलेक्शन कमिश्नर कुछ भी करे. ബീഹാറിലെ ജയം വോട്ട് കൊള്ളയിലൂടെ എന്ന് പ്രിയങ്ക ഗാന്ധി. രാംലീല മൈതാനയിൽ കോൺഗ്രസിന്റെ പടുകൂറ്റൻ വോട്ട് ചോരി മെഗാറാലി. ലയണൽ മെസ്സി മുംബൈയിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്വീകരണം. കൊൽക്കത്തയിലെ പരിപാടി അലങ്കോലപ്പെട്ടതിൽ നടപടി. മുഖ്യ സംഘാടകൻ അറസ്റ്റിൽ. മാപ്പ് ചോദിച്ച് മമതാ ബാനർജി. മെസ്സി മോദി കൂടിക്കാഴ്ച നാളെ. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ വെടിവെപ്പ്. 10 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം ജൂത സമൂഹം സംഘടിപ്പിച്ച പരിപാടിക്കിടെ അക്രമികളെ വെടിവെച്ചു കൊന്നു. അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലും വെടിവെപ്പ്. 2 പേർ കൊല്ലപ്പെട്ടു.